ഇന്ന് ദൈവവചനം ചിന്തിക്കുന്നതിന് ആധാരമായിട്ട് നമുക്ക് ബൈബിൾ തുറക്കാം, ഒരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 30-31 വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ അവൻ്റെ വൃദ്ധന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ദൈവമക്കൾക്ക് മറ്റു മനുഷ്യർക്കില്ലാത്ത ഒരനുഗ്രഹമുണ്ട്. അത് ഭാവിയെക്കുറിച്ചുള്ള മഹത്വകരമായ ഒരു പ്രത്യാശയാണ്. എ ഗ്ലോറിയസ് ഹോപ്പ് വി ഹാവ് ഇൻ ദ ലോർഡ്. ഇന്ന് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നാം ചിന്തിക്കുവാൻ പോവുകയാണ്. ഒരു ദിവസം നാം യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും അത് സംബന്ധിച്ച് ദൈവമക്കളായ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യവും ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതേ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ ദൈവം നമുക്ക് നൽകിയ ഈ മഹത്തായ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ വചനത്തിൽ നാം വായിച്ചത് മഹാകാഹളധ്വനിയോടും കൂടെ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ചില വചനങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ദൈവമക്കളുടെ ഈ പ്രത്യാശ, കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് നമുക്ക് മാത്രം, ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു അനന്യമായ ഉന്നതമായ ഒരു പ്രത്യാശയാണ്. മറ്റ് ലോക ജനതകൾക്കോ മതസ്ഥർക്കോ വിശ്വാസ പ്രമാണമുള്ളവർക്കോ ഒന്നും തങ്ങളുടെ നേതാവ് മടങ്ങി വരും എന്നുള്ള ഒരു പ്രത്യാശ നേതാക്കന്മാർ കൊടുത്തിട്ടുമില്ല, അണികൾക്ക് ആ ഒരു പ്രത്യാശയും ഇല്ല. എന്നാൽ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച്, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ നേതാവ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ മഹത്തായ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് മറ്റൊരു ഭാഗം യോഹന്നാൻ 14-ാം അധ്യായം വായിക്കാം, 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് നമുക്ക് ദൈവം നൽകിയ മഹത്തായ ഒരു പ്രത്യാശയാണ്. കർത്താവായ യേശു സ്വന്തമായിട്ട് തൻ്റെ വായ തുറന്ന് തിരുവായും ഒഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നമുക്ക് വേണ്ടി വാസസ്ഥലം തയ്യാറാക്കുവാൻ യേശു പോയിരിക്കുന്നു. ഒരു ദേവദാസൻ പറയുകയുണ്ടായി, നമ്മുടെ കർത്താവ് ആശാരിപ്പണി പഠിച്ച ആളാണ്, നമുക്ക് വേണ്ടി ഉള്ള നല്ല വീടൊക്കെ ഉണ്ടാക്കുവാൻ യേശു പോയിരിക്കുകയാണ് എന്ന് രസകരമായി ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഏതായാലും യേശു നമുക്കായിട്ട് പാർപ്പിടം ഒരുക്കുവാൻ പോയി എന്നുള്ളത് സത്യമാണ്. യേശു പറയുകയാണ്, ഞാൻ പോയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മഹത്തായ പ്രത്യാശയാണ് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത്. എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആരും ഈ പ്രത്യാശ ഇല്ലാത്തവരായി ജീവിക്കരുത്. നാം ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടത്തുകാരായിട്ട് ജീവിച്ച് അവസാനിക്കരുത്. ഇതിനപ്പുറത്ത് നമുക്ക് ഒരു മഹത്തായ പ്രത്യാശയുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ഉറപ്പായിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. യേശുവിൻ്റെ വീണ്ടും രണ്ടാമത്തെ വരവ് എന്നുള്ള ആ ഒരു പ്രയോഗം അങ്ങനെ തന്നെ ബൈബിളിൽ നാം കാണുന്നില്ല. 2 പ്രയോഗങ്ങൾ ബൈബിളിൽ കാണുന്നില്ല. രണ്ടാം വരവ് എന്നുള്ള ആ വാക്ക് അതുപോലെ കാണുന്നില്ല. അതുപോലെ റാപ്ചർ അഥവാ ഉൽപ്രാവണം എന്നുള്ള വാക്കും ബൈബിളിൽ ഇല്ല. എന്നാൽ ഈ ആശയങ്ങളെ സാധൂകരിക്കുന്ന അനേകം പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. യേശു മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ജീവനോടിരിക്കുന്ന ദൈവമക്കളായ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് ആത്മശരീരം പ്രാപിച്ച് അവർ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് റാപ്ചർ അഥവാ ഉൽപ്രാവണം എന്നുള്ളത്. ഈ കാര്യങ്ങളെയൊക്കെയും നാം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. യേശു എവിടെയാണ് മടങ്ങി വരുന്നത്
എന്നറിയാമോ? യേശു എല്ലായിടത്തും കൂടെ അല്ല മടങ്ങി വരുന്നത്, ഒരു സ്ഥലത്താണ് മടങ്ങി വരുന്നത്. നമുക്ക് അതിനെ സംബന്ധിച്ച വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം. ഇത് കഴിഞ്ഞ ദിവസം നാം ഒരിക്കൽ വായിച്ചതാണ്, എങ്കിലും അത് ഒരിക്കൽ കൂടെ വായിക്കാം. പ്രവൃത്തികൾ 1-ാം അധ്യായം 9 മുതൽ 11 വരെ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. 11-ാം വാക്യത്തിൽ എന്താണ് വായിച്ചത്? യേശു പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞു. ഒരു മേഘം അവനെ മൂടിയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് എടുത്തെടുത്ത് ഇങ്ങനെ ഉയരത്തിലേക്കും കൊണ്ടുപോയി. ശിഷ്യന്മാർ നോക്കി നിന്നപ്പോൾ തങ്ങളുടെ നേതാവ് അപ്രത്യക്ഷനായി. നേതാവ് സ്ഥലത്തില്ല. അപ്പോൾ 2 വെള്ളവസ്ത്രം ധരിച്ച ആളുകൾ, അത് ദൈവദൂതന്മാരായിരിക്കണം, അവരോട് സംസാരിച്ചു. അതാണ് 11-ാം വാക്യം. ഗലീലക്കാരായ പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അത് ഒലിവ് മലയിലാണ് സംഭവിച്ചത് എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കര്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിലും ഈ കാര്യം അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. വായിക്കാം. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. യേശുവിനെ കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നു. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടി നിൽക്കും. അവൻ ഒലിവ് മലയിൽ വന്ന് ഇറങ്ങും, അവനവിടെ വരും. ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശു മടങ്ങി വരുന്നത് യെരൂശലേമിലായിരിക്കും. അവിടെയാണ് യേശുവിൻ്റെ ആസ്ഥാനം സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തത് യെരൂശലേമിൽ ഒലിവ് മലയിൽ നിന്നാണ്. അവിടുന്ന് മടങ്ങി വരും. ഉറപ്പായിട്ടും ആ കാര്യം എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാം. അതിൻ്റെ അർത്ഥം യേശു മടങ്ങി വരുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പട്ടണങ്ങളിലായിരിക്കുകയില്ല, യെരൂശലേമിലായിരിക്കും എന്നുള്ള കാര്യമാണ്. നാം ഒക്കെയും രൂപാന്തരം പ്രാപിച്ച് അല്ലെങ്കിൽ മരിച്ചുപോയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യെരൂശലേമിൽ നാം ചെന്നെത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കാര്യം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടർന്നും പഠിക്കുവാനുള്ള ഒരാഹ്വാനവുമായിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മറ്റ് പുസ്തകങ്ങൾ വായിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കും. എങ്കിലും അതൊരു നല്ല ഉദ്ദേശത്തോടെ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാകാനുള്ള ആഗ്രഹത്തോടെ വേണം ഈ കാര്യങ്ങൾ പഠിക്കുവാൻ. ബുദ്ധിയിൽ പഠിച്ച് ആളുകളുമായിട്ട് തർക്കിക്കുവാനായിരിക്കരുത് നമ്മുടെ പഠനങ്ങൾ. അത് ജീവിക്കുവാനും ഒരുങ്ങുവാനും ആയിരിക്കണം. ഇന്ന് നാം സംസാരിക്കുന്ന വചനങ്ങളും ക്രിസ്തുവിൻ്റെ നാളിനായി മടങ്ങിവരവിനായി നമ്മയൊക്കെയും തയ്യാറാക്കുവാൻ ഒരുക്കുവാൻ ഉള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. എങ്കിലും അത് സംബന്ധിച്ച പശ്ചാത്തലം നമുക്ക് അറിയണം. എവിടെയാണ് യേശു വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എപ്പോഴാണ് യേശു വരുന്നതെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഓരോ ചോദ്യങ്ങൾ, ഞാൻ ഈ 2 ചോദ്യങ്ങളാണ് ഇന്ന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. ആ നാളും നാഴികയെ സംബന്ധിച്ചോ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാവൂ. അത് ദൈവം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പുത്രനായ ക്രിസ്തു തന്നെ പ്രസ്താവിക്കുകയുണ്ടായി. അത് മനുഷ്യർക്കാർക്കും നാളും നാഴികയും അല്ലെങ്കിൽ തീയതിയും സമയവും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ഇതേ അധ്യായത്തിൻ്റെ പ്രവൃത്തികൾ 1-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കാം. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് തൻ്റെ അറിവിലും ബോധ്യത്തിലും വെച്ചിരിക്കുന്ന, തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ന്. അടുത്ത വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? എന്നിട്ട് യേശു അതാ പറയുന്നത്, നിങ്ങൾക്ക് സമയവും കാലവും ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും. അത് സഹായകനായ പരിശുദ്ധാത്മാവാണ്. ഞാൻ പോകുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മധ്യേ അയക്കും. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി നൽകും, നിങ്ങൾ എല്ലായിടത്തും എൻ്റെ സാക്ഷികളായി തീരും. നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളാകാനുള്ള ശക്തിയും അധികാരവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും എന്നാണ് യേശു പറഞ്ഞത്. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് ഈ കാര്യവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മെ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ശുശ്രൂഷകൾ നൽകുന്നതും നമ്മെ സാക്ഷികളാക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമുക്ക് തരുന്ന ഒരു കൃപയും കരുണയുമാണ്. നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നിറവും ഇനിയും വേണം. അവിടുന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, വാക്ക് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കുമെന്നും ആ ആത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങൾ ശക്തിയുള്ള സാക്ഷികളായി തീരുമെന്നും കർത്താവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ആത്മാവിനാൽ നിറച്ച് എന്നെ അവിടുത്തെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ. അങ്ങനെയാണല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യം അവിടുന്ന് നിവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് രാവിലെ അപേക്ഷിക്കാം. കൃത്യമായ സമയം യേശു നമ്മെ അറിയിച്ചിട്ടില്ല, എങ്കിലും ഒരു കാര്യം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? ഈ വരവിൻ്റെ സംബന്ധിക്കുന്ന അനേകം കാലലക്ഷണങ്ങളും അടയാളങ്ങളും, സൈൻസ് ഓഫ് ദ ടൈംസ്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോട് അടുത്തുള്ള അടയാളങ്ങളെക്കുറിച്ചും കാലഘട്ടങ്ങളെക്കുറിച്ചും അതെങ്ങനെയൊക്കെ ആയിരിക്കും അന്നേരം സംഭവിക്കുന്ന കാര്യങ്ങൾ, അന്നേരമുള്ള മനുഷ്യർ, ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും, ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, എന്തൊക്കെ ഇവിടെ സംഭവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യേശു വളരെ നന്നായിരിക്കുന്ന പല സൂചനകളും നൽകിയിട്ടുണ്ട്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം എടുക്കാം. അതിൻ്റെ 3 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ, അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇതാണ് ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞു കൊടുത്ത തൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്തിൻ്റെ സൂചന നൽകുന്ന അടയാളങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ഈ വചനങ്ങളിൽ നാം എണ്ണി നോക്കിയാൽ കുറഞ്ഞ പക്ഷം 7 അടയാളങ്ങളെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതൽ കാണും. ഈ 7 അടയാളങ്ങളെ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ഈ സമയത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അതിനെ 4ആയിട്ട് സംഗ്രഹിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 4 കാറ്റഗറിയായിട്ട്, 4 തരത്തിൽപ്പെട്ട കാര്യങ്ങളായിട്ട് എപ്പോഴാണ് യേശു വരുന്നത്, ആ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും, യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് സഭയുടെ അവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ അടയാളങ്ങളാണ്. മൂന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് മധ്യപൂർവ്വ ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ഇസ്രായേൽ ദേശത്ത് എന്തൊക്കെ സംഭവിക്കും. നാലാമത്, ആകാശത്തിലെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇങ്ങനെ 4ആയിട്ട് ഈ അടയാളങ്ങളെ തിരിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ആദ്യത്തേത്, ഈ ലോകത്തിലുള്ള അടയാളങ്ങൾ.
ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് പല സൈൻസ് അഥവാ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. നാം ചുറ്റും നോക്കിയാൽ ഈ കാലത്തൊക്കെയും ലോകത്തിലെങ്ങും ധാരാളം ഡിസാസ്റ്റേഴ്സ് അഥവാ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൂടിക്കൂടി വരികയാണ്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമീപമാകുമ്പോൾ ഈ ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് കൂടിക്കൂടി വരും. അതിൻ്റെ ഒരു ക്ലൈമാക്സിലെത്തും, അത് പരമാവധി എത്തും എന്നാണ് യേശു പറഞ്ഞത്. അത് നമുക്ക് ഈ ഭാഗങ്ങളിൽ 8-ാം വാക്യം നോക്കുക. അവിടെ പറയുന്നു, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ, പ്രസവവേദനയുടെ ആരംഭമാണ് ഈ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? 6-ാം വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവേൻ. അത് സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ആയിട്ടില്ല, അടുത്തു വന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിൽ ഇന്ന് ധാരാളം സംഭവിക്കുന്നു. പല രാജ്യങ്ങളിലും ജനങ്ങൾ പട്ടിണിയാൽ പൊറുതിമുട്ടി എല്ലും കോലുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഫാമിൻസ്, വല്ലാത്ത ക്ഷാമം, പട്ടിണി പല രാജ്യങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഭൂമികുലുക്കങ്ങൾ എല്ലാ സമയത്തെക്കാളും അധികമായിട്ട് പലയിടങ്ങളിലും നാം അടിക്കടി വായിച്ച് കേൾക്കുന്നുണ്ട്. അതുപോലെ യുദ്ധങ്ങൾ, നാം എത്രയോ കാലങ്ങളായി യുദ്ധങ്ങൾ നിർത്താനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൂചനയാണ്. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും യുദ്ധങ്ങൾ, ഒരിടത്ത് 2 വർഷം കഴിഞ്ഞു, മറ്റൊരിടത്ത് 1 വർഷം കഴിഞ്ഞു. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത് അവസാനിക്കുന്നില്ല. എന്നാൽ ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സൂചനകളാണ്. കാര്യങ്ങൾ അവസാനത്തെ ദിശയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും സുനാമികളും പിന്നെ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വർദ്ധിച്ചു വരുന്നു. യേശു പറഞ്ഞു, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. കോൺട്രാക്ഷൻസ് നടക്കുകയാണ് ഈ ഭൂമിയിൽ എല്ലായിടത്തും, ലോകത്തെമ്പാടും ഇങ്ങനെ ഈ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയാണ്. അത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ആ പ്രസവവേദന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ സംഭവങ്ങൾ, ലോകത്തിൻ്റെ സംഭവങ്ങൾ എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് മാത്രമല്ല, 5-ാം വാക്യം നോക്കുക. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ലോകത്തിൽ പ്രശ്നങ്ങളും യുദ്ധങ്ങളും വഴക്കുകളും എല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അടിക്കടി ചിലരൊക്കെ എഴുന്നേറ്റ് വന്ന് പറയും, ഞാനാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന മശിഹ, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും വരും. നിങ്ങൾ അവരാൽ വഞ്ചിക്കപ്പെടരുത്. ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നു. മധ്യപൂർവ്വ ദേശത്ത് വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലും അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളുമായിട്ടൊക്കെയും വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള സമയത്തിൽ കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാനായിട്ട് ആളുകൾ എഴുന്നേറ്റ് വരും. നിങ്ങൾ അവരെയൊന്നും വിശ്വസിക്കരുത്, അവരൊന്നും അല്ല ക്രിസ്തു എന്ന് യേശു പറയുകയുണ്ടായി. കള്ളക്രിസ്തുക്കൾ വന്ന് സമാധാനം വാഗ്ദാനം ചെയ്യും, പക്ഷേ അവർക്ക് ശാശ്വതമായ സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ആയിരിക്കും. 24-ാം അധ്യായം 21-ാം വാക്യം നോക്കുക. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടതകൾ അന്ന് ഉണ്ടാകും. ലോകത്തിൻ്റെ അവസാനത്തിൽ ഈ ഭൂമിയിൽ വലിയ പീഡനം ഉണ്ടാകും. അതിൻ്റെ ഒരു പ്രത്യേകത ഈ വാക്യം ശ്രദ്ധിക്കുക. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളും ഉപദ്രവങ്ങളും അന്ത്യകാലത്ത് ഉണ്ടാകും. അത് ഇതുവരെ വന്നിട്ടില്ല, ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. അനേകം ദുരന്തങ്ങളും പീഡനങ്ങളും ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവവും അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ അളവിലുള്ള ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടതകൾ അത് ഇതുവരെ വന്നിട്ടില്ല, ഇനിയും വരാൻ പോകുന്നതാണ്. ഈ യുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു വലിയ മഹാപീഡനം ദൈവജനത്തിനെതിരായിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ പീഡനങ്ങളുണ്ട്. ദൈവമക്കൾ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി കഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഇതിനേക്കാൾ ഒരു വലിയ പീഡനം വരും എന്നും യേശു മുന്നറിയിപ്പായിട്ട് നൽകി. അത് നമ്മുടെ മുൻപിലാണ് ഉള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു വരുന്നത്, കർത്താവ് മടങ്ങി വരുന്നത് എന്നും
യേശു പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ നാം ചിന്തിച്ചത് ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് ഈ ലോകത്തിൽ സംഭവിക്കുന്ന അരങ്ങേറുന്ന ചില സംഭവങ്ങൾ അടയാളങ്ങളായിട്ട് യേശു പറഞ്ഞു. അതൊക്കെയും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ അടയാളം ദൈവസഭയിലാണ് നടക്കുന്നത്. ദൈവസഭയിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന അടയാളം എന്താണ്? അത് നാം ഇവിടെ വായിച്ചു കേട്ട കാര്യം തന്നെയാണ്. 9-ാം വാക്യം വായിക്കാം. അന്ന് അവൻ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഈ ഒരു അനുഭവം ഏറെക്കുറെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ അനേക രാജ്യങ്ങളിലും ഉപദ്രവിക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് അമേരിക്കൻ ഐക്യനാടുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. ക്രിസ്തീയ വിശ്വാസികളാണ് ചെന്ന് ആ രാജ്യം സ്ഥാപിച്ചെടുത്തത്. ബൈബിളായിരുന്നു അവരുടെ ആധാരം. എന്നാൽ 200-300 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഇന്ന് അവിടെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് ഇന്ന് അവിടുത്തെ തലമുറ നോക്കിക്കാണുന്നത്. അതൊരു ഹെയ്റ്റ് സ്പീച്ചാണ്. ബൈബിൾ ശരിയായ പുസ്തകമല്ല, അത് ഞങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ ഇന്ന് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് അമേരിക്കയിൽ പോലും കാണുന്നത്. അടുത്ത സർക്കാർ വരുമ്പോൾ അത് മെച്ചപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം. എങ്കിലും ഇപ്പോൾ അവിടുത്തെ അവസ്ഥ പോലും പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വന്നത് യൂണിവേഴ്സൽ പെർസിക്യൂഷൻ, ലോകത്തെമ്പാടും ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഉപദ്രവം വർദ്ധിച്ചു വരും. കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തും ദൈവമക്കൾക്കെതിരായിട്ടുള്ള ഉപദ്രവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് കുറയും എന്ന് നാം ആരും വിചാരിക്കരുത്, അത് വർദ്ധിച്ചു വരും. മാത്രമല്ല, കർത്താവിൻ്റെ വരവിൻ്റെ മറ്റൊരടയാളമായിട്ട് ഇവിടെ പറയുന്നത്, എൻ്റെ നാമനിമിത്തം സകല ജനതകളും നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ വിരോധിക്കും. ദേ വിൽ ഹേറ്റ് യു. മറ്റുള്ളവർ, നാം ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് പേരൊക്കെ നമ്മളെ ആദരിക്കുന്നുണ്ടാകും. എങ്കിലും കാലം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകൾ നമ്മളെ ദ്വേഷിക്കും, വിരോധിക്കും, പകയ്ക്കും. അത് കാണുമ്പോൾ അത്ഭുതപ്പെടരുത്. സഭയിൽ നടക്കേണ്ട കാര്യമാണ്. ലോകത്തെമ്പാടും ദൈവമക്കൾക്ക് വലിയ ഉപദ്രവവും പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാകും. അത് വർദ്ധിച്ചു വരും. സകല ജനതകളും വിശ്വാസികളെ പകയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് യേശു പറഞ്ഞത്. 11-ാം വചനം നോക്കിയാൽ, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ, ഫോൾസ് പ്രോഫറ്റ്സ്. ആദ്യം കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞു. ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നവരാണ് കള്ളക്രിസ്തുക്കൾ. ഇനി കള്ളപ്രവാചകന്മാർ, അത് നമ്മുടെ ചുറ്റും ധാരാളം പേര് ഇന്ന് തന്നെ ഉണ്ട്. അനേകം സുവിശേഷകന്മാരും പ്രസംഗികളും ഒക്കെ പണമുണ്ടാക്കാനും അധികാരം സ്ഥാപിക്കാനും ജനങ്ങളെ കീഴടക്കാനും വേണ്ടി കള്ളപ്രവചനം നടത്തി അങ്ങനെ ഈ സുവിശേഷ പ്രസംഗത്തെ ഒരു ബിസിനസ്സാക്കി ആദായമാർഗമാക്കി തീർത്തിരിക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റും ഈ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ന് തന്നെ ഉണ്ട്. പ്രവാചകന്മാർ പലരും വരും. അവർ വന്ന് ആളുകളെ തെറ്റിക്കും. യേശുവിൻ്റെ പഠിപ്പിക്കലിൽ നിന്നും ലളിതമായ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്നും ആളുകളെ മാറ്റിക്കൊണ്ടുപോയിട്ട് അവരുടെ പണം തട്ടിയെടുത്ത് സമ്പന്നരാകുന്നവരാണ് ഈ കള്ളപ്രവാചകന്മാർ. നാം അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളണം. യേശുവിൻ്റെ ജീവിതവും സ്വഭാവവും താഴ്മയും പ്രസംഗിക്കാത്ത ആരെയും നാം അനുഗമിക്കുവാനായിട്ട് പാടില്ല. 12-ാം വാക്യം നോക്കുക. അവസാനത്തിൻ്റെ സഭയിൽ വരുന്ന അടയാളമാണിത്. എന്നാൽ 12-ാം വാക്യം, അധർമ്മം വായിച്ചാട്ടെ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നു. അൺറൈച്ചസ്നെസ്, ലോലെസ്നെസ്, നിയമരാഹിത്യം. ദൈവവചനം അനുസരിക്കുവാൻ ആളുകൾ കൂട്ടാക്കുന്നില്ല. ലോലെസ്നെസ്, അത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ ആളുകൾക്ക് താല്പര്യമില്ല. അധർമ്മം പെരുകുന്നു. അനേകം ദൈവമക്കളുടെ സ്നേഹം തണുത്തു പോകുന്നു. അതും സംഭവിക്കുന്ന കാര്യമാണ്, സഭയിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു നാമധേയ ക്രിസ്ത്യാനിയാണോ, പേര് മാത്രമുള്ള ക്രിസ്ത്യാനിയാണോ, അതോ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന സജീവ വിശ്വാസിയാണോ, അത് പരിശോധിക്കണം. നാം പേര് മാത്രമുള്ള നാമധേയ വിശ്വാസികളാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകും, സ്നേഹം തണുത്തു പോകും. ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹം തണുത്തു പോകാതെ അവസാനത്തോളം ദൈവസ്നേഹത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം സഭയെക്കുറിച്ച് പറയുന്നത് 14-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. 14-ാം വാക്യം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരും.
ഈ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സന്ദേശം, ഈ രക്ഷയുടെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും എല്ലാ ജനതകൾക്കും പ്രസംഗിക്കപ്പെടണം. ഫോർ ഓൾ പീപ്പിൾ ഗ്രൂപ്പ്സ്, എല്ലാ ജനതകളിലും ഈ സുവിശേഷം കേൾക്കണം. ഇന്ന് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ധാരാളമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഈ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. മിക്ക ജനവർഗങ്ങളിലേക്കും സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇന്ന് സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും ഈ അന്ത്യനാളുകളുടെ അടയാളമാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്, സഭയിൽ സംഭവിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. മൂന്നാമത്തെ കാര്യം, മധ്യപൂർവ്വ ദേശങ്ങൾ, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യ, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന, അത് ഇസ്രായേൽ ഒക്കെ ഉൾക്കൊള്ളുന്ന, ടർക്കിയൊക്കെ ഉൾക്കൊള്ളുന്ന ദേശമാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ഈ ദേശങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചും ദൈവവചനം പറയുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് സൂചനയായിട്ട് നൽകി. അതിനെക്കുറിച്ച് 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വായിക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യേശു പറഞ്ഞ ഈ കാര്യം, ഇതിന് 1-2 നിവർത്തീകരണങ്ങളുണ്ട്. AD 70-ാം ആണ്ട് യെരുശലേം നഗരം തീ വെച്ച് ചുട്ടുകളയുകയും ദൈവാലയം റോമാക്കാർ വന്ന് ഇടിച്ചു നിരത്തുകയൊക്കെ ചെയ്തപ്പോൾ ഈ വചനങ്ങൾ ഭാഗികമായി അവിടെ നിവർത്തിക്കപ്പെട്ടു. ഒരു വലിയ ഉപദ്രവം ഇസ്രായേൽ ദേശത്ത് ഉണ്ടായി. അന്ന് യഹൂദിയിലുള്ളവർ ഓടിപ്പോകട്ടെ, വീട്ടിലിരിക്കുന്നവർ സാമാനങ്ങൾ എടുക്കുവാൻ ഇറങ്ങിപ്പോകരുത്. ഇനി വരുന്ന കാലത്തും ഇതിന് ഈ വചനങ്ങൾ ചേരുന്നതാണ്. അന്നും അതൊരിക്കൽ കൂടെ സംഭവിക്കും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ഈ കാര്യം അതും ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. BC 200-നോടടുപ്പിച്ച് യവന രാജാവായിരുന്ന അന്റിയോക്കസ് എപ്പിഫാനസ് യെരുശലേമിൽ വന്ന് ആ നഗരത്തെ പിടിച്ചു, ആ നഗരത്തെ നശിപ്പിച്ചു. എന്നിട്ട് ദൈവാലയത്തിലുള്ള യാഗപീഠത്തിൽ അശുദ്ധ മൃഗമായൊരു പന്നിയെ യാഗമർപ്പിച്ചു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന സംഭവം അന്നുണ്ടായി. ഇനിയും അത് സംഭവിക്കും. ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് വിശുദ്ധ സ്ഥലത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കുന്നത് കാണും എന്ന് പറയുന്നു. എന്നാൽ നാം അറിയേണ്ട കാര്യം, ഇപ്പോൾ യെരുശലേമിൽ ഒരു ദൈവാലയം യഹൂദന്മാർക്കില്ല. ഈ പറഞ്ഞ കാര്യം, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കുന്നത് കാണണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യം, യെരുശലേമിൽ യഹൂദന്മാർക്ക് ഒരു വിശുദ്ധ മന്ദിരം, ഒരു ദൈവാലയം ഉണ്ടാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംബന്ധിച്ച് നമുക്ക് 2 തെസ്സലോനിക്കറിൽ നിന്ന് വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വചനങ്ങൾ നമുക്ക് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാത്രേ. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പറഞ്ഞു വരുന്നത്. നമ്മുടെ സമാഗമനം എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ കൂടിച്ചേരൽ. ഓക്കെ, അവർ ഗ്യാതറിങ് ടുഗദർ അൺടു ഹിം. ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഇംഗ്ലണ്ടിലുള്ള ഒരു ദേവദാസൻ പ്രസംഗിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വലിയപ്പൻ്റെ കല്ലറയ്ക്കൽ പോയി നോക്കി. അവിടെ ടൂം സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുകയാണ് RIPയും പിന്നെ റെസ്റ്റ് ഇൻ പീസും ഇങ്ങനെയൊന്നും അല്ല എഴുതി വച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അന്നത്തെ വിശ്വാസികളുടെ, ഇത് 10-100 വർഷം മുമ്പത്തെ കാര്യമാണ്, അന്നത്തെ വിശ്വാസികളുടെ ആ പ്രത്യാശയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് വാട്ട് എ മീറ്റിംഗ്, വാട്ട് എ മീറ്റിംഗ്, വാട്ട് എ മീറ്റിംഗ്, അതാണ് എഴുതി വച്ചിരിക്കുന്നത്.
ഈ ആൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കല്ലറയിൽ ഈ വാക്ക് എഴുതി വെക്കണം. അത് ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം, അവർ മീറ്റിംഗ് വിത്ത് ദ ലോർഡ്. ഈ എഴുതി വെച്ച ദൈവദാസൻ്റെ പ്രത്യാശ അതായിരുന്നു, കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും. വാട്ട് എ മീറ്റിംഗ് ഇറ്റ് വിൽ ബി. എത്ര മനോഹരമായൊരു സമാഗമനമായിരിക്കും അത്. ദൈവമക്കളെ, ആ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. യേശു മടങ്ങി വരുമ്പോൾ ഒരു മഹത്തായ കൂടിക്കാഴ്ചയും സമാഗമനവും ഉണ്ടാകും. ഞാനും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. ഈ പ്രത്യാശയാണ് നമുക്ക് സജീവമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ നാം വായിച്ചത് ദ മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മത്തിൻ്റെ മനുഷ്യൻ, പാപത്തിൻ്റെ മനുഷ്യൻ വെളിപ്പെടണം. ഇതും കർത്താവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ്. ഓക്കെ, 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 കണ്ടീഷൻ കർത്താവിന് മുമ്പിൽ വരവിന് മുമ്പ് സംഭവിക്കണം. ഒന്ന്, യെരുശലേമിൽ യഹൂദന്മാർക്ക് ഒരു ദൈവാലയം ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം അതുണ്ടാകാനായിട്ട്. 2, ഈ ദൈവാലയത്തിൽ പാപത്തിൻ്റെ മനുഷ്യനായ അന്തിക്രിസ്തു അവതരിച്ച് അതിനകത്ത് കയറി ഇരുന്നിട്ട് അവൻ എന്തു ചെയ്യും? അവൻ ദൈവാലയത്തിൽ കയറി ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ആയിരിക്കും. ഈസ് ആൻ ഒപ്പോസിങ് പേഴ്സൺ, എ മാൻ ഓഫ് ലോലെസ്നെസ്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ താഴെ പറയുന്നു, 7-ാം വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം അഥവാ പ്രിൻസിപ്പിൾ ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പാണ് ഇത് എഴുതിയത്. അന്ന് തന്നെ അധർമ്മത്തിൻ്റെ, നിയമരാഹിത്യത്തിൻ്റെ, പാപത്തിൻ്റെ തത്വം ആ തലമുറയിൽ ഉണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് അത് എത്ര 100 കണക്കിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ശ്വസിക്കുന്ന ഈ വായുവിൽ, നമ്മുടെ ഈ തലമുറയിൽ, ഈ ദേശത്തൊക്കെയും പാപത്തിൻ്റെ പ്രിൻസിപ്പിൾ, ദോഷത്തിൻ്റെയും പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും തത്വം, അതിൻ്റെ പ്രമാണം വ്യാപരിക്കുന്നുണ്ട്. ആ പ്രമാണമുള്ള ദേശത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ എന്തെല്ലാം ദോഷങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ച് ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പോലെ ആയിരിക്കണം. ഈ വെള്ളം, മീനിൻ്റെ ഉപ്പുവെള്ളം ഈ മത്സ്യത്തിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല. അതുകൊണ്ടാണത് ജീവിച്ചിരിക്കുന്നത്. അധർമ്മത്തിൻ്റെ മർമ്മം ചുറ്റും വ്യാപരിക്കുമ്പോഴും ദൈവമക്കൾ അതിനാൽ ബാധിക്കപ്പെടാതെ നാം സംരക്ഷിതരായി ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ കാത്തുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരടയാളമാണ്. മധ്യപൂർവ്വ ദേശത്ത്, ഇസ്രായേൽ ദേശത്ത് നാം കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അവിടെ യെരുശലേമിൽ ദൈവാലയം പണിയപ്പെടും. അതിനുശേഷം മാത്രമേ ക്രിസ്തു മടങ്ങി വരികയുള്ളൂ എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മധ്യപൂർവ്വ ദേശത്ത്, യെരുശലേമിൽ വിശേഷിച്ചു ചില കാര്യങ്ങൾ സംഭവിക്കണം. അത് കർത്താവിൻ്റെ വരവിൻ്റെ സൈനാണ്, അടയാളമാണ്. ഈ 2 കാര്യങ്ങൾ ഇനി സംഭവിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരുന്ന് കാണാം. 4-ാമത്തെ കാര്യം ആകാശത്ത് നടക്കുന്ന അടയാളങ്ങളാണ്. സൈൻസ് ഇൻ ദ സ്കൈ. അതെന്തൊക്കെയാണ്? നാം ഈ അധ്യായത്തിൽ, 24-ാം അധ്യായത്തിൽ വായിച്ചുവല്ലോ. മത്തായി 24-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മതി. ദൈവമക്കൾക്ക് സഭയിൽ ഉപദ്രവം ഉണ്ടാകും. നമുക്കൊക്കെയും പീഡനങ്ങൾ വരും. വലിയ ദുരിതങ്ങളും കഷ്ടപ്പാടും മഹാപീഡനവും വരും എന്ന് കർത്താവ് അടയാളങ്ങളായിട്ട് പറഞ്ഞു. ഇവിടെ പറയുന്നു, നോക്കുക, 29-ാം വാക്യം, ആ കാലത്തിലെ കഷ്ടതകൾ, ഈ മഹാപീഡനങ്ങൾ കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും. ഇത് രണ്ടും സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ ഇരുണ്ടുപോയാൽ, ഇപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഇവിടെ എല്ലാം ഇരുട്ടാവും. ഇനി രാത്രിയിൽ ചന്ദ്രനും ഇല്ലെങ്കിലോ? രാത്രിയിൽ ഇരുട്ട്, പകലും ഇരുട്ട്. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഈ മഹാപീഡനവും ഉപദ്രവവും കഴിഞ്ഞ ശേഷം അന്തരീക്ഷം മാറും. അത് ആകാശത്തിലെ അടയാളങ്ങളാണ്. സൂര്യനും ചന്ദ്രനും കറുത്തുപോകും. അതിതുവരെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഒക്കെ ഉണ്ടായി ചില മണിക്കൂറുകളൊക്കെ ഇരുട്ടുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. ദീർഘസമയങ്ങൾ കൂരിരുട്ടുണ്ടാകുന്ന ഒരു സമയം വരും. ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല, സൂര്യൻ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, നക്ഷത്രങ്ങൾക്കും പ്രകാശം ഉണ്ടാവുകയില്ല. ഓക്കെ, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും. ഇപ്പോൾ
സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ചുറ്റും ചന്ദ്രനും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തും ഒരു ക്രമീകൃതമായ രീതിയിലാണ് സോളാർ സിസ്റ്റവും മറ്റുള്ള എല്ലാ സിസ്റ്റംസും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കണക്കിൽ ആണത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും വരാൻ പോകുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വരവോടനുബന്ധിച്ച് ഈ കണക്കുകൂട്ടെല്ലാം തെറ്റും. ആകാശത്തിൻ്റെ ശക്തികളൊക്കെ ഇളകും, വിറയ്ക്കും. ഭൂമിയൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാര്യങ്ങളിലൊക്കെ ഭീകരമായ ഭയപ്പെടുത്തുന്ന അളവിൽ കാര്യങ്ങൾ സംഭവിക്കും. ഈ സമയത്താണ് യേശു മടങ്ങി വരുന്നത്. ഞാനത് മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ മുഴുവനും കുറ്റാക്കൂരിട്ടായിരിക്കുമ്പോൾ ജനങ്ങൾ ഒരു വലിയ പ്രകാശം കാണും. വായിക്കുക, അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും. 30-ാം വചനം, അപ്പോൾ ഈ മഹാവലിയ ഇരുട്ടിൽ, വലിയ ഇരുട്ട് ലോകത്തെമ്പാടുമുള്ള ഈ സമയത്ത്, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. വലിയ പ്രകാശം പെട്ടെന്ന് ആകാശത്തിൽ വിളങ്ങും. അതിനെക്കുറിച്ചാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേ. ഏത് കണ്ണും അവൻ വരുന്നത് കാണും എന്നവിടെ പറയുന്നു. യേശു വരുന്നത് രഹസ്യമായിട്ടല്ല, അവൻ പരസ്യമായിട്ട് വരും. എല്ലാവരും അവനെ കാണും. നാം ഇപ്പോൾ വായിച്ച വാക്യം മത്തായി 24:27 അത് തന്നെയാണ് വായിക്കുന്നത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ക്രിസ്തുവിൻ്റെ വരവ് ഒരു കോണിൽ രഹസ്യമായിട്ട് ആരും കാണാതെ അല്ല വരുന്നത്. യേശു ആദ്യം വന്നപ്പോൾ ശ്രദ്ധിക്കണമേ, ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ആരും അറിയാതെ രഹസ്യമായിട്ടാണ് ആദ്യം യേശു വന്നത്. വളരെ ചുരുക്കം പേര്, 3-4 പേരെ അറിഞ്ഞുള്ളൂ. വിദ്വാൻമാർ 3 പേരോ അല്ലെങ്കിൽ ചുരുങ്ങിയ പേര് വന്നു. കുറച്ച് ആട്ടിടയന്മാർ വന്നു. ഒരു ഹന്നായും സിമയോനും വന്ന് കണ്ടു. വളരെ മിനിമം ആളുകളെ വന്ന് കണ്ടുള്ളൂ, അറിഞ്ഞുള്ളൂ. അത് വലിയ പബ്ലിക്കായ ഒരു വരവായിരുന്നില്ല, രഹസ്യമായ വരവായിരുന്നു യേശുവിൻ്റെ 1-ാം വരവ് 2000 കൊല്ലം മുമ്പ്. എന്നാൽ ഇനിയും വരാൻ പോകുന്നത് അങ്ങനെ രഹസ്യമായിട്ടല്ല. അവൻ അവിടുന്ന് ഒലിവ് മലയിൽ നിന്ന് എങ്ങനെ കയറിപ്പോയോ, എങ്ങനെ മേഘങ്ങളിൽ ഉയർന്നു പോയോ, അതുപോലെ മേഘങ്ങളിൽ താഴേക്ക് ഇറങ്ങി വരും. അതെല്ലാവരും കാണുന്ന രീതിയിലായിരിക്കും എന്ന് ഇവിടെ പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14 മുതൽ വായിക്കാം. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാത്തവണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാത്തവണ്ണവും ഞങ്ങളെ മറയ്ക്കുവിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കൂടെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ സംക്ഷേപിക്കുന്നു, ചുരുക്കുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സമീപിച്ചിരിക്കുന്നു. നാം അന്ത്യനാളുകളിലാണ് ജീവിക്കുന്നത്. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ സമയമായി. യെരുശലേമിലും ഇസ്രായേൽ ദേശത്തും മധ്യപൂർവ്വദേശത്തും നടക്കുന്ന കാര്യങ്ങൾ അത്ഭുതാവഹമായ കാര്യങ്ങളാണ്. 948 70 വർഷം മുമ്പ് അല്ലെങ്കിൽ 75 വർഷം മുമ്പ് ഇസ്രായേൽ ഒന്നുമില്ലാതിരുന്ന ഒരു ജനത, ഒരു രാഷ്ട്രമായി രൂപപ്പെട്ടു. അവരിന്ന് ലോകത്തിലെ വൻ ശക്തിയായി മാറി. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾക്കാർക്കും അവരെ ഉൾക്കൊള്ളാനോ പിടിച്ചു നിർത്താനോ കഴിയാത്തവണ്ണം ദൈവം അവരെ വളരെ ശക്തരാക്കി മാറ്റി. മധ്യപൂർവ്വദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. പത്രം വായിക്കുന്നവർ അതിൻ്റെ 1-ാം പേജ് മാത്രമല്ല വായിക്കേണ്ടത്, അന്തർദേശീയ വാർത്തകളും കൂടെ വായിക്കണം. എന്താണ് ഇസ്രായേൽ ദേശത്തും ഒക്കെ നടക്കുന്നത് എന്ന് വായിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതുപോലെ നാം ജാഗ്രതയായിരിക്കണം, നാം ഒരുങ്ങിയിരിക്കണം. മത്തായി 24-ാം അധ്യായത്തിൽ നമ്മുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുന്നു. മത്തായി 24-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിക്കുവീൻ. Therefore be on the alert. നിങ്ങൾ ഉണർന്നിരിക്കുവീൻ. പിന്നെ കള്ളൻ്റെ ദൃഷ്ടാന്തം പറയുന്നു.
യേശുവും കള്ളനുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല. എങ്കിലും യേശു ഒരു ഉപമയായിട്ടാണ് കള്ളൻ്റെ കാര്യം പറയുന്നത്. നാം ഉപമകളെക്കുറിച്ച് പറയുമ്പോൾ ഉപമയുടെ എല്ലാ വശവും എടുക്കരുത്. ഉപമ സൂചിപ്പിക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ എടുക്കാവൂ. കള്ളൻ വരുന്നത് പോലെ യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ യേശുവും കള്ളനും തമ്മിൽ സ്വഭാവത്തിൽ ഒരു സിമിലാരിറ്റിയും ഇല്ല. എന്നാൽ ഒരു കാര്യമാണ് യേശുവിടെ ഊന്നി പറഞ്ഞത്. നോക്കുക, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. ഈ ഒരു കാര്യമാണ് കള്ളന്റെ ഉപമയിൽ യേശു പറഞ്ഞത്. നിങ്ങൾ നനയ്ക്കാത്ത സമയത്ത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത്, നിങ്ങളെല്ലാം നോർമലായി മക്കളെ വളർത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കർത്താവ് വരുമെന്ന്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുണ്ടാകും. യേശു വരുമ്പോൾ ആ നിമിഷം നമ്മൾ റെഡിയായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും ഓവർ ദിസ് പീരീഡ് ഓഫ് ടൈം, ഈ കാലഘട്ടത്തിൽ മുഴുവനും നാം ഒരുങ്ങി ജീവിക്കണം. പാപത്തെയും തിന്മകളെയും വിട്ട് ദൈവഭക്തിയോടെ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. നാം ഫിലിപ്പി ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ മാറ്റി തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:20-21 അതുള്ളത്. ഓക്കെ, യേശു വരുമ്പോൾ നാം രൂപാന്തരപ്പെടും. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായി ഉണർന്ന് ജീവിക്കണം. ദോഷത്തെയും പാപത്തെയും വിട്ട് ദൈവഭക്തിയോടെ ജീവിക്കണം. ക്രിസ്തുവിനോടും അവിടുത്തെ ശുശ്രൂഷകളോടും പ്രവൃത്തികളോടും നാം വിശ്വസ്തരായിരിക്കണം. ബി ഫെയ്ത്ത്ഫുൾ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം നമ്മെ ഏൽപ്പിച്ച മിനിസ്ട്രി എന്താണോ, ശുശ്രൂഷ ജോലി എന്താണോ, അത് ചെയ്യണം. അത് സുവിശേഷ വേല ആകാം, അത് സഭയിൽ നാം ശുശ്രൂഷിക്കുന്നതും വചനം പ്രസംഗിക്കുന്നതുമാകാം, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നതാകാം, പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് കർത്താവിനെ അറിയിക്കുന്നതാകാം. പല ജോലികൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നാം ഫെയ്ത്ത്ഫുള്ളായി വിശ്വസ്തരായി ഇരിക്കുകയാണ്. അതാണ് കാര്യവിചാരകന്മാരിൽ, ഗ്രഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത്. ഫെയ്ത്ത്ഫുൾ സ്റ്റിവാർഡ്സ് ഓഫ് ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളെ വിശ്വസ്തരായി നിവർത്തിക്കുന്നവരാകാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ഒടുവിലായി നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:2-3 വചനങ്ങളിൽ വിശുദ്ധമായി നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇത് വളരെ മുഖ്യമായ വിഷയമാണ്. യേശുവിൽ ഈ പ്രത്യാശയുള്ള ഓരോ സഹോദരനും സഹോദരിയും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ഈ പ്രത്യാശയുള്ളവരാണ്. ആ പ്രത്യാശയെ ഒന്ന് ഇളക്കാനും ഉണർത്താനും വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് എന്തു ചെയ്യണം? യേശു നിർമ്മലൻ ആയിരിക്കുന്നത് പോലെ മനസ്സിലും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും മനോഭാവങ്ങളിലും എല്ലാം യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ജീവിതങ്ങളിലെ പാപങ്ങളും ദോഷകരമായ ചിന്തകളും മനോഭാവങ്ങളും വാക്കുകളും എല്ലാം മാറ്റിക്കളഞ്ഞ് പവിത്രമായി ശുദ്ധമായി നിർമ്മലമായി ജീവിക്കുവാൻ നമ്മളെ തന്നെ ഇന്ന് രാവിലെ നാം സമർപ്പിക്കേണ്ടതുണ്ട്. അത് പേഴ്സണൽ ഹോളിനെസ്, വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു ആഹ്വാനവും ഉത്തരവാദിത്വമാണ്. അത് നാം എത്രമാത്രം ഏറ്റെടുക്കുന്നുണ്ട്? ദൈവമക്കൾക്ക് ചേരാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. നമ്മുടെ വാക്കുകൾ നിർമ്മലവും ശുദ്ധവും സത്യവുമായിരിക്കട്ടെ. ഇന്ന് രാവിലെ നാം അത് കേട്ടു. ഒരു വ്യാജവും ഭോഷ്കും നുണയും കാപട്യവും അഭിനയവും നമ്മുടെ ചിന്തയിലും വാക്കുകളിലും ഉണ്ടാകരുത്. ഉള്ള കാര്യം സത്യമായി തുറന്നു പറയുവാൻ നാം എല്ലാവരും പരിശീലിക്കണം. യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നത് അങ്ങനെയാണ്. താൻ നിർമ്മലൻ ആയിരിക്കുന്നത് പോലെ നമ്മൾ തന്നെ നിർമ്മലീകരിച്ച് പവിത്രമായി വിശുദ്ധമായി ജീവിക്കുക. നമ്മുടെ ചിന്തകൾ, വായിലെ വാക്കുകൾ, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം
ക്രിസ്തുവിൻ്റേതുപോലെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നാം സഭയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ അങ്ങോട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കാം. ക്രിസ്തുവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ആ വരവിനായിട്ട് നാം ഒരുങ്ങണം. അതിനുള്ള പല അടയാളങ്ങളും നാം കേട്ടു. ലോകത്ത് നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് കേട്ടു. ദൈവസഭയിൽ യേശു പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളുണ്ട്, അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മധ്യപൂർവ്വ ഏഷ്യയിൽ, ഇസ്രായേൽ ദേശത്തും ചുറ്റുപാടുകളിലും പല അടയാളങ്ങളെക്കുറിച്ചും യേശു പറഞ്ഞു. അത് പലതും ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. എങ്കിലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇസ്രായേലിൻ്റെ ഫോർമേഷനും അവരെ രാജ്യമായി രൂപീകരിക്കപ്പെട്ടതും ഒക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെയും അന്ത്യനാളുകളുടെ അതിൻ്റെ തുടക്കമാണ്. അത് അടുത്തു വന്നിരിക്കുകയാണ് നാം. പിന്നീട് ആകാശത്തിലെ അടയാളങ്ങൾ, അത് പലതും ഇനി സംഭവിക്കാനുള്ളതാണ്. വലിയ സംഭവങ്ങൾ ഇനിയും വരാനായിട്ടുണ്ട്. എന്നാൽ നാം പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കർത്താവേ, അവിടുന്ന് വേഗം വരണമേ. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് എഴുതി അവസാനിക്കുന്നത്? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ആമേൻ കർത്താവേ, വേഗമെന്നില്ല, വരണമേ. ആമേൻ കർത്താവായ യേശുവേ, വരണമേ. അതാണ് യേശു യോഹന്നാൻ പറയുന്നത്, ആമേൻ കർത്താവായ യേശുവേ, വരണമേ. കം ലോർഡ് ജീസസ്. ഞങ്ങൾ അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ലൂസ് റിലേഷൻഷിപ്പാണ്. ഭൗതിക കാര്യങ്ങളോടും ലോകത്തോടും പണത്തോടും മനുഷ്യരോടും വ്യക്തികളോടും ഒക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെ അയഞ്ഞ ബന്ധമായിരിക്കണം. എങ്കിലേ കർത്താവ് വരുമ്പോൾ നമുക്ക് എല്ലാം ഉപേക്ഷിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ. മനുഷ്യരെ സ്നേഹിക്കേണ്ടെന്നല്ല, കുടുംബത്തെ സ്നേഹിക്കണം, നല്ല ബന്ധങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഏത് സമയത്തും വിട്ടുപോകാൻ നാം തയ്യാറായിരിക്കണം. നമ്മുടെ മനസ്സ് ഇതിനോടൊന്നും കണക്കിലധികം കെട്ടിവെച്ചതുപോലെ ഇരിക്കരുത്. നാം പോകാൻ ഒരുങ്ങിയിരിക്കണം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. അത് മഹത്വകരമായ ഒരു വലിയ പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.